ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സുവിശേഷം കേൾക്കുവാനും വായിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും വിളിക്കപ്പെട്ട പ്രിയ സഹോദരീ സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട 2 പാഠങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായി, നമ്മുടെ വിളി യേശുവിനോട് ചേർന്ന് നിൽക്കാനാണ്. രണ്ടാമതായി, നമ്മളെ വിളിച്ചത് എല്ലാവരോടും സുവിശേഷം അറിയിക്കാനാണ്. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേര് നൽകി. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. തനിക്കിഷ്ടമുള്ളവരെയാണ് കർത്താവ് അടുത്തേക്ക് വിളിച്ചത്. അവർ അവൻ്റെ സമീപത്തേക്ക് ചെല്ലുകയും ചെയ്തു. കർത്താവ് വിളിച്ചത് തന്നോടുകൂടെ ആയിരിക്കാനാണ് എന്നതും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. 1974 ഒരു യുവാവ് മദർ തെരേസയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ വിളി കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഈ വിളിക്ക് ഞാൻ ഒഴിഞ്ഞുവയ്ക്കും. മദർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. യേശുവിനോട് ചേർന്നിരിക്കാനാണ് നിങ്ങളുടെ വിളി. തനിക്ക് വേണ്ടിയാണ് യേശു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവനോടുള്ള സ്നേഹം പ്രവൃത്തിയിലെത്തുന്നതാണ് പ്രവർത്തനം. സുപ്രധാനമായത് അവനോട് ചേർന്നിരിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള മാർഗം അവൻ കാണിച്ചു തരും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. ശിഷ്യന്മാരുണ്ടായിരുന്നു, ഒപ്പം യൂദയ, ജെറുസലേം, ടൈർ, സീദോൻ തുടങ്ങിയ വിജാതീയ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ ജനക്കൂട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതായത് കർത്താവിൻ്റെ സുവിശേഷം എല്ലാവർക്കുമുള്ളതാണ്. നമ്മളെ ദൈവം വിളിച്ചതും ഈ സുവിശേഷം എല്ലാവരോടും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ വിളി യേശുവിനോട് ചേർന്ന് നിൽക്കാനാണ്. നമ്മെ വിളിച്ചത് എല്ലാവരോടും സുവിശേഷം അറിയിക്കാനാണ്. ഈ തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.